നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന 8 കാര്യങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 8 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ, അവൻ എന്ത് ചെയ്താലും, ഏത് മജ്ലിസിൽ പങ്കെടുത്താലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അവൻ ദരിദ്രനായിട്ടല്ലാതെ മരിക്കുകയില്ല. ഏതൊക്കെയാണ് 8 കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മടിക്കരുതേ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മരണമാസന്നമായവരുടെ അടുക്കൽ ഏത് സൂറത്ത് ഓതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ കമന്റിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. എഴുതി വിട്ടവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. അവരെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അതിന്റെ ശരിയായ ആൻസർ ഇതാണ്: സൂറത്തു യാസീൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരണമാസന്നമായവരുടെ അടുക്കൽ വെച്ച് സൂറത്തു യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ എല്ലാ ദിവസവും 5 വക്ത് ഫർള് നിസ്കരിക്കാറുണ്ട്. ആ ഫർള് നിസ്കാരങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂറത്താണല്ലോ ഫാത്തിഹ സൂറത്ത്. ഫർള് നിസ്കാരങ്ങളിൽ എന്നല്ല, ഏത് നിസ്കാരങ്ങളിലായാലും ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. അപ്പൊ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ ആകെ നമ്മൾ എത്ര ഫാത്തിഹയാണ് ഒരു ദിവസം പാരായണം ചെയ്യുന്നത്? അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെടുത്തുന്ന 8 കാര്യങ്ങൾ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 8 കാര്യങ്ങൾ ഒരാളെ ജീവിതത്തിലുണ്ടോ, അവൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ മുതലാളിയാണെങ്കിലും, എത്ര വലിയ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും, എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും, എത്ര തറവാടിത്ത മഹിമുള്ള ആളാണെങ്കിലും, അവൻ ഒരു സമയത്ത് പരാജയത്തിന്റെ പടുകുടിയിലേക്ക് ആണ്ടുപോകും. അവൻ ദരിദ്രവാസിയായിട്ടല്ലാതെ മരണപ്പെട്ടു പോവുകയില്ല. അവൻ തുലഞ്ഞു പോകും. അതിൽ യാതൊരുവിധ സംശയമില്ല. ഏതൊക്കെയാണ് 8 കാര്യങ്ങളെന്ന് നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, നമ്മളെ കുടുംബക്കാർക്ക്, ഫാമിലി ഗ്രൂപ്പുകൾക്ക്, നമ്മളെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ ഈ മജ്ലിസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ തളർത്തുന്ന, പരാജയപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു: നൗമത്തു സുബ്ഹത്തി, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉറക്കമാണ്. ഇന്ന് പല ആളുകളും അതൊരു വീക്ക്നെസ് ആക്കി മാറ്റിയിട്ടുണ്ട്. സുബ്ഹി നിസ്കരിക്കാതെ തന്നെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഇനി സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് തന്നെ ഒരാൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അവൻ ദരിദ്രനായിട്ടല്ലാതെ മരിക്കൂല. ദാരിദ്ര്യം അവന്റെ ജീവിതത്തിൽ വന്നു ചേരും. അതിൽ യാതൊരുവിധ സംശയമില്ല. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ലാ തനാമു ബഅദ സ്വലാത്തി സുബ്ഹി, നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലും കിടന്നുറങ്ങരുത്. കാരണം തുഖ്സമു ഫീഹൽ അർസാഖ്, അല്ലാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത്, ഭക്ഷണത്തിൽ വിശാലത ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ പവിത്രതയുള്ള ഒരു സമയമാണ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങുകയല്ലേ വേണ്ടത്, ദിക്ർ ചൊല്ലി, സ്വലാത്തു ചൊല്ലി, പ്രാർത്ഥനയിൽ മുഴുകുകയാണ് വേണ്ടത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഫാത്തിമ ബീവി സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് കിടന്നുറങ്ങാണ്. ആ സമയത്ത് ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മോളെ ഫാത്തിമ, ഉറങ്ങരുത് ഫാത്തിമ, ഉറങ്ങരുത് ഫാത്തിമ, ഉറങ്ങരുത് ഫാത്തിമ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല ഫാത്തിമ, എണീക്കണം ഫാത്തിമ, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, പ്രാർത്ഥിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ പഠിപ്പിക്കുകയാണ്. ഇനി എന്റെ പ്രിയമുള്ളവരെ, സുബ്ഹിന്റെ ശേഷം ഉറങ്ങിയാലുള്ള ഭവിഷ്യത്ത് എന്താണ്?
സുബഹിന്റെ ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ പിശാജ് നമ്മളെ ചെവിയിൽ വന്ന് മൂത്രയിക്കുന്നാണ് ഉസ്താദുമാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിശാജ് ചെവിയിൽ മൂത്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂത്രയിച്ച് നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ചെവി എന്ന് പറയുന്നത്. നമ്മളെ ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു അവയവമാണ് ചെവി. ചെവിക്ക് തകരാറ് സംഭവിച്ചാൽ, ചെവിക്ക് വേദന വന്നാൽ നമ്മളെ ശരീരം ആകെ തളർന്നു പോകും. അതുകൊണ്ടാണ് ഒരാൾ ചെവിക്കുറ്റി നോക്കി ഒരു ഒറ്റയടി കൊടുത്താല് അവന് ബോധം കെട്ടാണ് വീഴുന്നുള്ളതാണ്. കാരണം ചെവിയുടെ ബാലൻസ് പോയി. ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടാൽ പിന്നെ ശരിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ല എന്നുള്ളത് ഡോക്ടർമാരൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒരാൾ സുബഹിന്റെ ശേഷം കിടന്നുറങ്ങിയാൽ പിശാച് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അവന്റെ മുഴുവൻ ബാലൻസും ഇബിലീസിന്റെ കയ്യിലായിരിക്കും, പിശാചിന്റെ കയ്യിലായിരിക്കും. അന്നത്തെ ദിവസം ഒരു റാഹത്തും ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ടെൻഷൻ മാത്രമായിരിക്കും എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങാത്ത ആളുടെ അവസ്ഥ എന്താ? അവർക്ക് നല്ല റാഹത്ത് ഉണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും, നല്ല ഉന്മേഷം ഉണ്ടാകും. അപ്പൊ സുബഹിന്റെ ശേഷം കിടന്നുറങ്ങരുതേ, പിശാചായിരിക്കും നമ്മളെ പിന്നെ നിയന്ത്രിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഖില്ലത്തു സ്വലാത്ത്, നിസ്കാരം കുറക്കലാണ്. നിസ്കരിക്കാത്തവന്റെ അവസ്ഥ പിന്നെ പറയാനില്ല, അവൻ എന്തായാലും പരാജയപ്പെട്ടിരിക്കുന്നു. നിസ്കാരം കുറവായാൽ അവൻ പരാജയപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ എന്ത് ചെയ്താലും അതിൽ ബർക്കത്തുണ്ടാകൂല. വലിയ വീടാണെങ്കിലും ബർക്കത്തുണ്ടാകൂല, വലിയ തറവാട് മഹിമയുള്ള ആളാണെങ്കിലും അവനിക്ക് യാതൊരുവിധ ബർക്കത്തുമില്ല. അവൻ പരാജയപ്പെടും. അവന്റെ കച്ചവടത്തിൽ ബർക്കത്തില്ല, അവന്റെ മക്കളിൽ ബർക്കത്തില്ല, അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, അവന്റെ യാത്രയിൽ ബർക്കത്തില്ല, അവന്റെ വാഹനത്തിൽ ബർക്കത്തില്ല, അവന്റെ ഒന്നിലും അള്ളാന്റെ കാവലില്ല, അള്ളാന്റെ റഹ്മത്ത് പോലുമില്ല. അപ്പൊ ഖില്ലത്തു സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കുക. നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ പരാജയപ്പെടും. അത് ഉറപ്പിച്ച് നമുക്ക് പറയാം, യാതൊരുവിധ സംശയവും അതിലില്ല. ലാ ശക്ക ഫീഹി, അതിൽ സംശയമില്ല. മരണമാസന്നമാകുന്ന സമയത്ത് വരെ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ, നിസ്കാരം എന്നാണ്. മരിക്കാറായപ്പോൾ വരെ അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് അറിയാം ഞാൻ മരണപ്പെട്ടു പോകുന്നു, ഞാൻ വഫാത്താകുമെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹ് അപ്പൊ നിസ്കാരത്തിന് എത്ര ശ്രേഷ്ഠതയാണ്, മഹത്താണ് കൽപ്പിച്ചിട്ടുള്ളത്. ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ മക്കള് 10ാം ക്ലാസ്സിൽ 100 A+ കിട്ടി, 10 കിട്ടുള്ളൂ, ഇനി 100 കിട്ടിയെന്ന് വെക്കുക, എന്താ ഗവൺമെന്റിന്റെ വക ഒരു 100 A+ ആണ് തന്നു എന്ന് വെക്കുക, ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളെല്ലാം പഠിപ്പിച്ചു, കോടിക്കണക്കിന് രൂപ കൊടുത്ത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു. നിസ്കാരല്ലേ, ഒരു ബറക്കത്തും ഉണ്ടാവൂല, കിട്ടുന്ന സാലറിയിൽ ബറക്കത്തില്ല. ഒരിക്കൽ ഒരു ഉമ്മ വിളിച്ച് സങ്കടം പറയാണ്, ഉസ്താദേ എന്റെ മകന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അപ്പൊ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മകന് എന്താണ് ജോലി? എന്റെ മകൻ എഞ്ചിനീയർ ആണ്. എത്രയാണ് സാലറി? 5 ലക്ഷം രൂപ എന്റെ മകന് സാലറി ഉണ്ട് ഉസ്താദെ. പക്ഷെ എന്റെ മകൻ കടത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. മകന്റെ കടം വീടാൻ ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദെ. ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ മകൻ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന്. ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകൻ നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ മകൻ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, എന്റെ മകൻ വ്യഭിചരിക്കില്ല, കള്ള് കുടിക്കില്ല, അൻസ് ഉപയോഗിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൂല, പക്ഷേ എന്റെ മകൻ നിസ്കരിക്കില്ല ഉസ്താദേ, ഒരൊറ്റ ഭക്തും നിസ്കരിക്കൂല. അപ്പൊ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളെ മകന് സിഹറല്ല, കണ്ണേറല്ല, പിശാച് ബാധയല്ല, നിങ്ങളെ മകൻ ഇങ്ങനെ കടത്തിലേക്ക് ആണ്ടു പോകാനുള്ള കാരണം അതേ നിസ്കാരം ഒഴിവാക്കിയതാണ്. മകനോട് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പറയും, അവന്റെ കടക്ക ശരിക്ക് വീടുന്നു ഞാൻ ഉമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മളെ വീട്ടിലെയും അവസ്ഥ. നമ്മൾ നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, 5 വക്ത് നിസ്കരിക്കും, ജമാഅത്തിൽ പങ്കെടുക്കും, മക്കൾക്ക് നിസ്കാരമില്ല, ഭർത്താക്കന്മാർക്ക് നിസ്കാരമില്ല. നമ്മളിങ്ങനെ മജ്‌ലിസിൽ പങ്കെടുത്ത് ദുആ ചെയ്യും. എന്താ അതുകൊണ്ട് കാര്യം? എന്താ? വീട്ടില് മക്കള് നിസ്കരിക്കാൻ പറയും,
മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ മാതാവിന്റെ പിതാവിന്റെ കടമയാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒഴിവാക്കരുത് ട്ടോ, ഒരാൾ ഒഴിവാക്കരുത്. കല്യാണത്തിന് പോയാലും സൽക്കാരത്തിന് പോയാലും നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരം ഉപേക്ഷിച്ചാൽ സൂൽ ഖാത്തിമ, അവസാനം മോശമാകും. ഉണ്ടോ, മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. സൂൽ ഖാത്തിമ ഉണ്ടാവും, അന്ത്യം മോശമാകും, ഈമാൻ ഇല്ലാതെ ചത്തുപോകുമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മോശമായ ജീവിതമായിരിക്കും. ഉണ്ടോ, മോശമായ ജീവിതമായിരിക്കും. ഒരു കുടുസായ ജീവിതം. എത്ര സാലറി ഉണ്ടിട്ടും കാര്യമില്ല, എത്ര ലക്ഷക്കണക്കിന് ചിലപ്പോൾ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവില്ല. അതവനിക്ക് ഉപയോഗപ്പെടൂല. അതുകൊണ്ട് അവനിക്ക് സന്തോഷം ലഭിക്കൂല, റാഹത്ത് ലഭിക്കൂല. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മൾ പരാജയപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം അൽ കസ്ലു, മടിയനാണ്. മടിയൻ മല ചുമക്കേണ്ടി വരും. അപ്പൊ മടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു ബില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കുമായിരുന്നു. മിനൽ കസ്ലി, മടിയെ തൊട്ട്, മടിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കുമായിരുന്നു. അപ്പൊ നമ്മളും ദുആ ചെയ്യുമ്പോ അള്ളാഹിനോട് സമ്പത്ത് കൊണ്ടാ, സമ്പത്ത് വരും, അത് മാത്രം സമ്പത്ത് മാത്രം ചോദിച്ചാൽ പോരാ, വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിക്കുക. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മടിയത്തൊട്ട് കാവൽ ചോദിക്കുക. അള്ളാഹുവെ, മടിയത്തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുടെ ഭർത്താക്കന്മാരെ, മക്കളെ, കുടുംബക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ മടിയത്തൊട്ട് കാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട്, ജോലിക്ക് പോകാനുള്ള മടിയത്തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, അൽ കസ്ലു യുഫ്സിദുൽ ആഖിറ, നമ്മളെ ആഖിറത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണ് കസ്ല്. കസ്ല് വന്നാൽ അവനിക്ക് ഉളു ഉണ്ടാക്കാൻ കഴിയൂല, നിസ്കരിക്കാൻ കഴിയൂല, സക്കാത്ത് കൊടുക്കാൻ കഴിയൂല, ഹജ്ജ് ചെയ്യാൻ കഴിയൂല, നിസ്കരിക്കാൻ കഴിയൂല, ഖുർആൻ ഓതാൻ കഴിയൂല, ദിക്ർ ചെല്ലാൻ കഴിയൂല, ജോലിക്ക് പോകാൻ കഴിയൂല, ഒന്നിനും കഴിയൂല. മടിയനായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പൊ മടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ പരാജയപ്പെടുത്തുന്ന നാലാമത്തെ കാര്യം അൽ ഖിയാനത്തു, വഞ്ചനയാണ്. എന്തിനാണ് നമ്മൾ വഞ്ചിക്കുന്നത്? വിശ്വസിച്ചുകൊണ്ട് ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ല. വിശ്വസിച്ചുകൊണ്ട് ഒരാൾ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവരെ പിന്നെ ചതിക്കാൻ പറ്റുകയില്ല. കച്ചവടത്തിലൊക്കെ ഒരുപാട് വഞ്ചനകൾ നടക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആവും, 3 ആള് 4 ആള് കൂടി പാർട്ട്ണർഷിപ്പ് നടത്തും. എന്നിട്ട് ഒരാൾ അത് കൈക്കലാക്കുക. എന്ത് തോന്നിവാസമാണ് അങ്ങനെ കൈക്കലാക്കിയിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക് ഉണ്ടാകുക? അതുകൊണ്ട് മക്കൾക്ക് ചെലവിന് കൊടുത്താൽ എന്ത് സന്തോഷമാണ് നമ്മൾക്ക് ലഭിക്കുക? അതുകൊണ്ട് ഒരാളെയും ചതിക്കരുത്, ചതിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കരുത്. അറബിയെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. നമ്മളെ മുതലാളിമാരെ, നമ്മള് കച്ചവടത്തിന്റെ മുതലാളിമാരുണ്ടാകും, അവരെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആയാത്തുൽ മുനാഫിഖി സലാസ്, കപട വിശ്വാസിയുടെ അടയാളം 3 ആണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽ ഒന്നാമത്തെ റസൂലുള്ള പറഞ്ഞത് വഞ്ചന നടത്തുന്ന ആളാണ്. ഓൻ കപട വിശ്വാസിയാണ്, ഓൻ ഈമാൻ ഇല്ലാത്ത ആളാണ്, ഈമാനിന്റെ ഒരു അംശം അവന്റെ ഹൃദയത്തിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. വഞ്ചന നടത്തി കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ അധികരിക്കും, കൊലപാതകങ്ങൾ വരെ നടക്കാൻ കാരണമാണ് വഞ്ചന എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വിട്ടു നടക്കുക. വഞ്ചിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ, വഞ്ചിച്ച് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ, അത് നശിച്ചിട്ടല്ലാതെ നമ്മൾ ഭരിക്കൂല. അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ 5-ാമത്തെ കാര്യം അൽ കിബ്റു, കിബ്റാണ്, അഹങ്കാരം. അഹങ്കരിക്കാൻ ഇവിടെ അർഹത അള്ളാഹുവിന് മാത്രമാണ്. അഹങ്കരിച്ചവരെ ഒന്നും ഈ ലോകത്ത് കാണാനില്ല. ഫിർഔൻ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. ആ ഫിർഔനിനെ അള്ളാഹു നൈൽ നദിയിൽ മുക്കിക്കളഞ്ഞു. നമ്രൂദ് അഹങ്കരിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ തീയിൽ കരിക്കാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. അതുപോലെ തന്നെ മുസോളിനിയും ഹിറ്റ്ലറും ഇവിടെ എന്തെല്ലാം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു, അവരൊക്കെ ചത്ത് മണ്ണിന്റെ അടിയിൽ പോയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അഹങ്കരിക്കണ്ട. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്. അഹങ്കരിക്കാതിരുന്നാൽ അള്ളാന്റെ സഹായം ഉണ്ടാകും. മൻ തവാലഅ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ഒരാൾ വിനയത്തോടെ ജീവിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാകും. അതുപോലെ നമ്മളെ നശിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അൽ ഹസദ്. ഹസദ് എന്ന രോഗം കാക്കണേ മരണം വരെ, കാബീൽ തിന്ന് തുലഞ്ഞ നഞ്ഞ ലോകരേ. അസൂയ, അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. മറ്റുള്ളവൻ അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, വലിയൊരു വീട് കൊടുത്താൽ നമ്മൾ ഇങ്ങനെ അസൂയപ്പെടുക. അവനിക്കിപ്പോ അതുണ്ട് അല്ലേ, അവനിക്കിപ്പോ നല്ലൊരു കച്ചവടം ഉണ്ട് അല്ലേ, അവനിക്കിപ്പോ നല്ലൊരു വീട്, ഇത് ഇങ്ങനെ ചിന്തിച്ചു കിടക്കുക. എന്താ അതിന്റെ ആവശ്യം?
എല്ലാവരും ഈ ലോകത്തും മരിച്ചു പോകൂലേ? ആരും ഇവിടെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളും ഇവിടെ 3000 കൊല്ലം 4000 കൊല്ലം ഒന്നും ജീവിക്കുന്നില്ല. ഒക്കെ റസൂലുള്ള പറഞ്ഞ 70ന്റെയും 60ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിങ്ങളുടെ ആയുസ്. പിന്നെ കിട്ടിയാൽ അത് അള്ളാഹ് തരുന്ന ഓഫറാണ്. പിന്നെ 80 വയസ്സായ അള്ളാന്റെ ഓഫറാണ്. 100 വയസ്സ് വരെ ജീവിക്കുക, അത് അള്ളാഹ് തരുന്ന ഓഫറാണ് പ്രിയമുള്ളവരെ. അതെല്ലാവർക്കും ലഭിച്ചോളണമെന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അസൂയ വെക്കുന്നത്? ഇവിടെ അല്ല നമുക്ക് സമ്പാദിക്കേണ്ടത്, ആഖിറത്തിലാണ് സമ്പാദിക്കേണ്ടത്. ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ലോകമാണ് ഭൂമി എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അസൂയ നന്നല്ല. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അൽ കദിബു, കളവ് പറയുക. കളവ് പറഞ്ഞാൽ തിന്മ അധികരിക്കും. നമ്മളെ നാവിനെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കും. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയൂല. കളവ് പറഞ്ഞവരാരും രക്ഷപ്പെട്ട ചരിത്രം ലോകത്തില്ല. കളവ് പറഞ്ഞിട്ട് ആരും വിജയിക്കൂലാന്ന്. ഒരു നാൾ അവനെ പിടിക്കപ്പെടും. അതുപോലെ തന്നെ നമീമത്തു, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരാളൊരു രഹസ്യം നമ്മളോട് പറഞ്ഞാൽ അത് മറ്റുള്ള ആളുകളോട് പറയാ. നമ്മളോട് രഹസ്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെന്തിനാ അവനോട് പോയി പറയുന്നത്? അതിനെ കുറിച്ച് അവൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. അതിനാണ് നമീമത്ത് എന്ന് പറയാ. ഇതൊക്കെ നമ്മളെ പരാജയപ്പെടുത്തും. മാത്രമല്ല നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോകും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അള്ളാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ക്ലാസ് നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലാക്കണേ അള്ളാഹ്. ഈമാൻ നൽകണേ അള്ളാഹ്. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അള്ളാഹ്. മുറാദുകൾ ഹാസിലാക്കിക്കൊണ്ട് അള്ളാഹ് ഞങ്ങളെ കാര്യങ്ങൾ മുഴുവനും എളുപ്പമാക്കണേ അള്ളാഹ്. ഈ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.